Hi dears, welcome back to Fashion Week Designs. നമുക്ക് ഈ ഒരു ചൂട് സമയത്തും കൂളാക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഫാബ്രിക്കുമായിട്ടാണ് വന്നിരിക്കുന്നത്. കോട്ടൺ കളക്ഷൻ ആണ്. നല്ല കളർ ഷെയ്ഡ്സിലാണ് വന്നിരിക്കുന്നത്. എല്ലാം നല്ല അടിപൊളിയുള്ള കളർ ഷെയ്ഡ്സിൽ ഡൈ ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും കളർ ഷെയ്ഡ്സ് വരുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ വാഷ് ചെയ്യുമ്പം കളർ ഗാർഡ് യൂസ് ചെയ്ത് തന്നെ വാഷ് ചെയ്യാം. ആൻഡ് സെപ്പറേറ്റ് ആയിട്ടും വാഷ് ചെയ്യാം. ഒരു ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു പിക്കോക്ക് ഗ്രീൻ ഉണ്ട്, റെഡ് ഉണ്ട്, ഒരു പാരറ്റ് ഗ്രീൻ ഉണ്ട്, നല്ലൊരു ബ്യൂട്ടിഫുൾ മാംഗോ യെല്ലോ കളർ ഷീറ്റ് ഉണ്ട്. അത്രയും കളർ ഷീറ്റ്സ് ആണ്. ഇതിൽ ഫുള്ളും ഇതുപോലെ ഒരു ത്രെഡ് വർക്കും ഇതുപോലൊരു ബ്ലോക്ക് പ്രിന്റും ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. ഓൾ ഓവർ സ്പ്രെഡ് ചെയ്ത് നല്ല ഡിസൈനാണ്. ആൻഡ് സമ്മർ സ്പെഷ്യൽ കളക്ഷനാണ്. നല്ല കളർ ഷെയ്ഡ്സും ആണ് കൊണ്ടുവന്നേക്കുക. 995 പ്രൈസിലാണ് വരിക. ഡീറ്റെയിൽസ് നോക്കാം. സോ ഇതാണ് ഫസ്റ്റ് കളർ വന്നിരിക്കുന്നത്. ഒരു ഡീപ്പായിട്ട് നിൽക്കുന്ന ഒരു മാംഗോ യെല്ലോ കളർ. അതിൽ സെൽഫ് കളറും റെഡ് ടോണിലുമാണ് വർക്ക് വന്നിരിക്കുക. ബാക്കിൽ ഫുള്ളും ആ ഒരു ബ്ലോക്ക് പ്രിന്റഡ് പാറ്റേൺ ആണ്. ഉറപ്പായിട്ടും കളർ ഗാർഡ് യൂസ് ചെയ്ത് ആൻഡ് സെപ്പറേറ്റ് ആയിട്ടേ വാഷ് ചെയ്യാവുള്ളൂ. ഡൈ ചെയ്തേക്കുന്ന ടൈപ്പ് കോട്ടൺ ആണ്. സോ ഇങ്ങനെ വരും. അതിൻ്റെ ടോപ്പ് വന്നിട്ട് നല്ല കംഫർട്ടാണ്. പിന്നെ ഇങ്ങനെയുള്ള കളക്ഷൻസ് മാക്സിമം ഈ ഒരു റേഞ്ചൊക്കെ ഉള്ളതുകൊണ്ട് മാക്സിമം ഒരു സെറ്റ് പാർട്സ് ഒക്കെ യൂസ് ചെയ്ത് വാഷ് ചെയ്യാതെയൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് ഡ്രൈ ചെയ്ത് ഉണക്കിയൊക്കെ വെക്കുകയാണ്. ആ സെറ്റ് പാർട്സ് ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ അത്രയും വേർപ്പ് മണമൊന്നും വരില്ലല്ലോ. അപ്പം കുറച്ചും കൂടെ ഈ ഒരു കളർ ഇതേപോലെ റിറ്റെയിൻ ചെയ്ത് നമുക്കൊരു ഐറ്റം കുറച്ചും കൂടെ പുതുമയോടെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. ഇതാണ് ദുപ്പട്ട വന്നിരിക്കുക. കോൺട്രാസ്റ്റ് ആയിട്ട് ആ ഒരു ദുപ്പട്ടയാണ് പെയർ ചെയ്തേക്കുക. ഫുൾ അതിലും പ്രിന്റഡ് ആയിട്ട് വരും. ആൻഡ് ബോട്ടോ ഇതുപോലെ ഫുൾ റെഡിൽ ഫുൾ പ്രിൻ്റ് ആയിട്ട് വരുന്ന ഒരു സെറ്റ് പാറ്റേണാണ്. നല്ല കളർ ഷെയ്ഡ്സ് ആണ്. സോ അടുത്ത കളർ ഷെയ്ഡ് ഇതാണ്. റെഡ് വിത്ത് ബ്ലാക്കിൻ്റെ ഒരു ബ്ലോക്ക് പ്രിൻറ്റ്സ് ആണ് അതിൽ യൂസ് ചെയ്തേക്കുക. ബാക്കി സെൽഫ് കളറിൽ എംബ്രോയ്ഡറി വർക്ക്സ്, ബാക്കിൽ ഫുള്ളും ബ്ലോക്ക് പ്രിൻറ്റഡ് പാറ്റേൺ ആണ്. പ്യോർ കോട്ടൺ, നല്ല കളർ ഷെയ്ഡ്സിൽ ഡൈഡ് ആണ്. നമ്മൾ ഈ ദിവസങ്ങളിൽ കണ്ടതെല്ലാം ഇങ്ങനെയുള്ള കളർ ഷെയ്ഡ്സിൽ ലൈറ്റ് ഷെയ്ഡ്സ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വേറെ കളർ ഷെയ്ഡ്സ് ആയിരുന്നു. അപ്പം ഇത് കുറച്ചും കൂടെ നല്ല കളറായിട്ട് നിൽക്കുന്ന കളർ ഷെയ്ഡ്സിലാണ് കൊണ്ടുവന്നേക്കുക. ഇങ്ങനെ വരും. ടോപ്പ് ദുപ്പട്ട വന്നിട്ട് അതിൽ ആ കോൺട്രാസ്റ്റ് കോംബോ, അതായത് ഈ പ്രിന്റിൽ ഏത് കളറാണ് യൂസ് ചെയ്യുന്ന ആ ഒരു കോമ്പിനേഷൻ ആയിരിക്കും അതിൻ്റെ ദുപ്പട്ടയ്ക്കും ബോട്ടത്തിനും കൊണ്ടുവന്നേക്കുക. നല്ല പ്യുവർ ദുപ്പട്ട. അതിൽ വന്നിട്ടും ബ്ലോക്ക് പ്രിന്റ്സ്. അപ്പോൾ ഇതിൻ്റെ ലുക്ക് ഉണ്ടോ? നല്ല ലുക്കല്ലേ? സോ ഇതിൽ ഒരു രക്ഷയില്ലാതെ നല്ലൊരു ഗ്രീൻ ആണ്. ഒരു പാരറ്റ് ഗ്രീൻ കളറിൽ ഒരു കൈൻഡ് ഓഫ് ബ്രൗൺ, കോഫി ബ്രൗണിൻ്റെ കോമ്പിനേഷനാണ് ബ്ലോക്ക് പ്രിന്റിൽ വരുന്നത്. നല്ല കോംബോ ആണ്. ഇത് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ലൊരു ബ്യൂട്ടിഫുൾ ലുക്കാണ്. പിന്നെ ഇതൊക്കെ ഇങ്ങനെയുള്ള ടൈപ്പ് കളക്ഷൻസ് ഈ കളറൊക്കെ ഇതുപോലെ റിറ്റെയിൻ ചെയ്യാൻ മാക്സിമം വാഷ് ചെയ്യാതെ തന്നെ സൂക്ഷിക്കണം. ഇതുണ്ടല്ലേ, നല്ല കോമ്പിനേഷനാണ്. ചുമ്മാ ജസ്റ്റ് കാഷ്വൽ ഫോമിലും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഡിസൈൻ ആൻഡ് കളർ ടോൺ ആണ്. ഇതാണ് ബോട്ടവും വന്നേക്കുക. നല്ലൊരു പ്രൈസ് റേഞ്ച് ആണ്. വെറും 995 പ്രൈസിലാണ് വന്നേക്കുന്നത്. സോ രക്ഷയില്ലാത്തൊരു കളറാണ്. വീഡിയോയിൽ കളർ ചേഞ്ച് ആണ്. നേരിട്ട് കാണുമ്പോൾ ഡാർക്ക് ആയിട്ട് നിൽക്കുന്ന ഒരു പിക്കോക്ക് ഗ്രീൻ ആണ് കളർ ഷെയ്ഡ് ബേസ് വന്നേക്കും. അതിൽ കോമ്പിനേഷൻ ആ ഒരു പിക്കോക്ക് ഗ്രീൻ തന്നെയാണ്. ചെറിയൊരു ബ്ലൂവിൻ്റെ ബ്ലണ്ടും കൂടെ ഉണ്ട്. എന്നാലും വീഡിയോയിൽ അത് കളർ ചേഞ്ച് ആയിട്ടാണ് വന്നേക്കുന്നത് ഫുള്ള്. ഇതുണ്ടല്ലേ, നല്ല കോമ്പിനേഷൻ അല്ലേ? ആൻഡ് നല്ല കോട്ടൺ ആണ്. നല്ല കളർ ഷെയ്ഡിലാണ് ഡൈ ചെയ്തേക്കുന്നത്. സോ കുറച്ച് കെയർ എടുക്കണമെങ്കിൽ ലോങ് ലാസ്റ്റ് റീറ്റെയിൻ ചെയ്യാൻ പറ്റും ഇതേപോലെ തന്നെ. താങ്ക് യു.